തലശ്ശേരി മണ്ണൂളിക്കാവിൽ പോലീസിനെ ആക്രമിച്ച കേസിൽ ഒരു CPM പ്രവർത്തകൻ കൂടി അറസ്റ്റിലായി. കുട്ടിമാക്കൂൽ സ്വദേശി സഹദേവനാണ് ഇപ്പോൾ പിടിയിലായത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നും ടെലിഫോണിൽ. സജോ, ഈ യഥാർത്ഥത്തിൽ കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു, ഒരാൾക്കൂട്ടമായിരുന്നല്ലോ പോലീസിനെ ആക്രമിക്കുകയും പ്രതിയെ മോചിപ്പിച്ചു കൊണ്ടുപോവുകയും ചെയ്തത്. ഇത് രണ്ടാമത്തെ ആളാണോ പിടിയിലാകുന്നത്? SKN തലശ്ശേരി മണോളിക്കാവിൽ ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷം, അതിന് പിന്നാലെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാനെത്തിയപ്പോൾ പോലീസും CPIM പ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷം, അങ്ങനെ 2 കേസുകളാണ് തലശ്ശേരി പോലീസ് എടുത്തിരിക്കുന്നത്. പോലീസിനെ ആക്രമിച്ചു, തടഞ്ഞുവെച്ചു, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് കാട്ടി 2 കേസുകളാണ്. 2 കേസുകളായി 82 CPIM പ്രവർത്തകർക്കെതിരെയാണ് തലശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ രണ്ടാമത്തെ ആളാണ് അറസ്റ്റിലാകുന്നത്. പക്ഷേ 2 പേരുടെ അറസ്റ്റ് മാത്രമേ പോലീസിന് ഇതുവരെ രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. കുട്ടിമാക്കൂൽ സ്വദേശി സഹദേവനാണ് ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം NC ലിനേഷ് എന്ന CPIM പ്രവർത്തകനും അറസ്റ്റിലായിരുന്നു. അങ്ങനെ 2 പേർ മാത്രമാണ് അറസ്റ്റിലായിരിക്കുന്നത്. തലശ്ശേരി മണോളിക്കാവിൽ തെയ്യം ആഘോഷ ഉത്സവ ചടങ്ങുകൾ നടക്കുന്നതിനിടെ ആചാരപരമായ ചടങ്ങ് പുരോഗമിക്കുന്നതിനിടെ CPIM പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു എന്നാരോപിച്ച് BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. പിന്നാലെ CPIM BJP പ്രവർത്തകർ തമ്മിൽ കാവിൽ വെച്ച് സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ഇതിൽ പോലീസ് ഇടപെടുകയും ബലം പ്രയോഗിച്ച് ഇരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രവർത്തകരെ നീക്കം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിനിടെ CPIM പ്രവർത്തകർ പോലീസിനെ ആക്രമിച്ചു എന്ന് കാട്ടി പോലീസ് കേസെടുത്തിരുന്നു. 4 പോലീസുകാരെ ആക്രമിച്ചു എന്ന് കാട്ടി 27 CPIM പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തത്. അതിൽ പ്രതി ചേർക്കപ്പെട്ട പ്രതിയെ കസ്റ്റഡിയിലെടുത്ത പോലീസിനെ പിന്നീട് CPIM പ്രവർത്തകർ 55ഓളം വരുന്ന CPIM പ്രവർത്തകർ തടഞ്ഞു വെക്കുകയും പ്രതിയെ ബലം പ്രയോഗിച്ച് മോചിപ്പിക്കുകയും ചെയ്തു. അതിലും പോലീസ് കേസെടുത്തു. അങ്ങനെ 2 കേസുകളിലായി 82 പേരാണ്. CPIM-ഉം തലശ്ശേരിയിലെ CPIM-ഉം പോലീസും തമ്മിൽ നേർക്കുനേർ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഇതിലുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പോലീസും CPIM പ്രവർത്തകരും ഈ വിഷയത്തിൽ അവരവരുടെ നിലപാടുകൾ വിശദീകരിക്കുന്നുണ്ട്. നിയമപരമായ കാര്യങ്ങളാണ് നടക്കുന്നത്. കൃത്യനിർവഹണം ചെയ്യാൻ പോയ പോലീസുകാരെ CPIM പ്രവർത്തകർ അകാരണമായി ആക്രമിച്ചു. ആ കാര്യത്തിൽ നിയമപരമായ നടപടിക്രമങ്ങൾ തുടരും എന്നാണ് പോലീസിന്റെ വാദം. അതേസമയം അവിടെ പ്രാദേശികമായി ഉണ്ടായ പ്രശ്നത്തിൽ അതുമായി ബന്ധപ്പെട്ട നിയമപരമായ കാര്യങ്ങൾ, പ്രാദേശിക പ്രശ്നം, പ്രതിഷേധം എന്ന നിലയ്ക്കാണ് CPIM-ന്റെ വിശദീകരണം. പക്ഷേ ഇത് രാഷ്ട്രീയമായി കൂടി ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പോലീസും CPIM പ്രവർത്തകരും മുഖാമുഖം നിൽക്കുന്നു. അതിൽ കേസ് ഉണ്ടാക്കുന്നു. തർക്കവും സംഘർഷവും കസ്റ്റഡിയിലെടുക്കലും ഒക്കെ ശ്രമകരമായ ദൗത്യമായി മാറുന്നു. അങ്ങനെ ഇത് രാഷ്ട്രീയമായും നിയമപരമായും കൂടി ശ്രദ്ധേയമായ ഒരു വിഷയമായി വളരുന്നു എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, താങ്ക് യു.